ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ പ്രതീക്ഷകളോടുകൂടി സ്വന്തമാക്കിയ താരമാണ് നോവ സദോയി. അദ്ദേഹം മികച്ച പ്രകടനം നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹം സ്റ്റാർട്ടിംഗ് 11-ൽ വരുമ്പോൾ ലൂണയുടെ പ്രകടനത്തിൽ മാറ്റം വരുന്നത് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. അതായത് ലൂണയും നോവയും ഒരുമിച്ച് കളിക്കുമ്പോൾ ആ ഒരു കോംബോ സെറ്റ് ആവുന്നില്ല. പലപ്പോഴും ലൂണയുടെ ആ ഒരു യഥാർത്ഥ പ്രകടനം പുറത്തെടുക്കാൻ നോവ തടസ്സമായി വരുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ്. ഏതായാലും ഈ ഒരു ചേർച്ചയില്ലായ്മക്കുള്ള കാരണം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ആരാധകൻ എക്സിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. അതായത് ക്ലബിന് ഒരു മാച്ച് അനലിസ്റ്റ് അഥവാ ഒരു ഡാറ്റ അനലിസ്റ്റ് ഇല്ലാത്തത് ഒരു വലിയ തിരിച്ചടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഒരു ടീമിന്റെ അസന്തുലിതാവസ്ഥയെ ഒരു പരിധി വരെ മറികടക്കാൻ ഒരു മാച്ച് അനലിസ്റ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ സാധിക്കുമായിരുന്നു എന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്ക് ആ ആരാധകന്റെ വാക്കുകളിലേക്ക് പോവാം. ഒരു ഡെഡിക്കേറ്റഡ് ആയ അനലിസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സിനകത്ത് ഇല്ല. കളിക്കളത്തിലെ നമ്മുടെ പ്രശ്നങ്ങളുടെ പ്രധാന കാരണം ഇതാണ്. ഒരു മികച്ച അനലിസ്റ്റിന്റെ അഭാവം നിഴലിച്ച് കാണുന്നുണ്ട്. ഡാറ്റയിൽ അധിഷ്ഠിതമായ കണക്കുകൾ ഇല്ലാതെ അറിവുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം അവബോധത്തെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. ടീമിന്റെ അസന്തുലിതാവസ്ഥയെ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ ഒരു അനലിസ്റ്റിന് സാധിക്കും. നോവയും ലൂണയും ഒരേ 11-ൽ വരുന്നത് ഒരു മിസ്മാച്ച് ആണ്. അതൊക്കെ പരിഹരിക്കാൻ ഒരു അനലിസ്റ്റിന് സാധിക്കും എന്നുള്ളതാണ്. മികച്ച സൈനിങ്ങുകൾ നടത്താനും ടാക്ടിക്കൽ അഡ്ജസ്റ്റ്മെന്റ് നടത്താനും പ്ലെയർ ഡെവലപ്മെന്റ് ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ ഒരു മാച്ച് അനലിസ്റ്റിന് സാധിക്കും. ഒരു മികച്ച അനലിസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു പരിധി വരെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് തീർക്കാം. ലോകത്തെ എല്ലാ ക്ലബ്ബുകളും തുടക്കം തൊട്ടേ ഉപയോഗപ്പെടുത്തി പോരുന്ന ഒന്നാണ് ഇത്. നമുക്ക് വലിയ ബജറ്റ് ഇല്ലെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ആ റോളിൽ ഇല്ല, ഒരു വ്യക്തി ക്ലബിനകത്ത് ഇല്ല എന്നുള്ളത് ക്രേസിയായി തോന്നുന്നു. ഇതാണ് ഒരു ആരാധകൻ കുറിച്ചിട്ടുള്ളത്. അതായത് ഒരു മാച്ച് അനലിസ്റ്റ് ഇല്ലാതെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ റോളിൽ ഒരു പ്രത്യേക വ്യക്തി ക്ലബിനകത്ത് ഇല്ല എന്നതാണ് വസ്തുത. നേരത്തെ സെറ്റ് പീസ് പരിശീലകനായിരുന്ന ഫ്രെഡറിക്കോ മൊറൈസ് ആയിരുന്നു ആ ഒരു റോൾ വഹിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ക്ലബ്ബ് വിടേണ്ടി വന്നു എന്നുള്ളതാണ്. ഒരു മികച്ച അനലിസ്റ്റ് ഇല്ലാത്തത് എല്ലാ അർത്ഥത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാണ് എന്നാണ് ഈ ഒരു ആരാധകൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.